നമസ്കാരം. ഞാൻ ഡോക്ടർ കാത്ലീൻ, കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റായി ജോലി ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എക്സ്പ്രസ്ഡ് ഇമോഷൻസ് എന്നുള്ളൊരു വിഷയത്തെ പറ്റിയാണ്. നമ്മൾ പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റിയും അതിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റിയും അതിനുള്ള ചികിത്സാ രീതികളെ പറ്റിയുമൊക്കെ ഒരുപാട് ടോക്കുകളും ഡിസ്കഷൻസും കേട്ടിട്ടുണ്ട്. എന്നാൽ അധികം നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണ് എക്സ്പ്രസ്ഡ് ഇമോഷൻസ് എന്നുള്ളത്. മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികളോട് അവരുടെ കുടുംബാംഗങ്ങളുടെ മനോഭാവവും പെരുമാറ്റ രീതിയും ഒക്കെയാണ് എക്സ്പ്രസ്ഡ് ഇമോഷൻസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ചികിത്സയിൽ കുടുംബാംഗങ്ങളുടെ പെരുമാറ്റത്തിന് ഇത്രയധികം പ്രാധാന്യമുണ്ടോ? എന്നാൽ പഠനങ്ങൾ കാണിക്കുന്നത് സ്കിസോഫ്രീനിയ, ബൈപോളാർ ഡിസോർഡർ, വിഷാദരോഗം എന്നിങ്ങനെയുള്ള മേജർ സൈക്യാട്രിക് ഡിസോർഡേഴ്സിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം ആശ്രയിക്കുന്ന ഒരു പ്രധാന ഘടകം ഫാമിലി മെമ്പേഴ്സിൻ്റെ ഈ ഒരു എക്സ്പ്രസ്ഡ് ഇമോഷൻസ് എന്നതാണ്. ഇനി എക്സ്പ്രസ്ഡ് ഇമോഷൻസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്? 1950കളിൽ ജോർജ് ബ്രൗൺ എന്നുള്ളൊരു സൈക്യാട്രിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലണ്ടനിൽ ദീർഘകാലമായി അഡ്മിറ്റ് ചെയ്തിരുന്ന സൈക്യാട്രിക് പേഷ്യൻസ്, അത് പ്രത്യേകമായിട്ടും സ്കിസോഫ്രീനിയ പോലെയുള്ള മേജർ സൈക്യാട്രിക് ഡിസോർഡർ ഉള്ള പേഷ്യൻസിനെ പറ്റി ഒരു പഠനം നടത്തി. അപ്പോൾ 1950കളിൽ സ്കിസോഫ്രീനിയയുടെ മരുന്ന് ആദ്യമായി ഒരു ഫലപ്രദമായ മരുന്ന് പ്രചാരത്തിൽ വന്ന ടൈമാണത്. അപ്പോൾ ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒത്തിരിയേറെ കുറേ നാളായി അഡ്മിറ്റ് ചെയ്യപ്പെട്ട പേഷ്യൻസ് എല്ലാം അവരുടെ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം കുറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പതിയെ ഡിസ്ചാർജ് ചെയ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ ആ കാലയളവിൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്ന് ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിൽ എത്ര പേര് തിരിച്ച് അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ വന്ന് ഹോസ്പിറ്റലിലേക്ക് പിന്നീട് അഡ്മിറ്റ് ചെയ്യപ്പെടേണ്ടി വരുന്നു എന്നുള്ളതിനെ പറ്റിയാണ് അദ്ദേഹം പഠനം നടത്തിയത്. അപ്പോൾ ഈ സ്കിസോഫ്രീനിയ ഉള്ള പേഷ്യൻസിൽ അവരുടെ മാതാപിതാക്കളുടെയും പങ്കാളികളുടെയും കൂടെ താമസിക്കാൻ പോയ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജിന് ശേഷം താമസിക്കാൻ പോയ വ്യക്തികളാണ് മറ്റ് താമസ സൗകര്യങ്ങളിലും അല്ലെങ്കിൽ അവരുടെ മറ്റ് ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളുടെയോ കൂടെ താമസിക്കാൻ പോയ വ്യക്തികളെക്കാളും കൂടുതൽ തിരിച്ച് അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ വന്ന് അഡ്മിറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതായിട്ട് ആ പഠനത്തിൽ കണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള കുടുംബാംഗങ്ങളുടെ കൂടെയുള്ള പ്രൊലോങ്ഡ് കോണ്ടാക്റ്റ്, ആ ഒരു സന്ദർഭത്തിൽ തന്നെ കൂടുതലായിട്ടുള്ള ഈ പെരുമാറ്റങ്ങളും മനോഭാവങ്ങളും എന്നതിൻ്റെ രീതി തന്നെ ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചു വരാനുള്ള ഒരു ഘടകമായി മാറുന്നു എന്നുള്ളതാണ്. ഇനി ഈ എക്സ്പ്രസ്ഡ് ഇമോഷൻസ് ഏതൊക്കെ തരത്തിലുണ്ടാവാം? ഒന്നാമത്തത് ക്രിറ്റിക്കാലിറ്റി അഥവാ വിമർശന മനോഭാവം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും OPയിൽ പേഷ്യൻസിനെ കാണുമ്പോൾ നമ്മൾ സ്ഥിരമായി ഫാമിലി മെമ്പേഴ്സ് പറയുന്നത് കേൾക്കാറുള്ള കാര്യങ്ങളാണ്. ഇദ്ദേഹം രാവിലെ എഴുന്നേൽക്കുന്നില്ല, വീട്ടിലെ ജോലികളിലൊന്നും സഹായിക്കുന്നില്ല, ജോലിക്കൊന്നും പോകുന്നില്ല, ഇങ്ങനെയുള്ള വിമർശനങ്ങൾ. അപ്പോൾ സ്കിസോഫ്രീനിയ പോലെയുള്ള മേജർ സൈക്യാട്രിക് ഡിസോർഡേഴ്സിൻ്റെ ഒരു ലക്ഷണം തന്നെ ആവാം ഈ രാവിലെ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ടും ജോലികൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ കുറവുമെല്ലാം. അപ്പോൾ ഇത് അസുഖത്തിൻ്റെ ലക്ഷണമായി മനസ്സിലാക്കാതെ അവരെ അമിതമായി എല്ലാ കാര്യങ്ങൾക്കും വിമർശിക്കുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പ്രസ്ഡ് ഇമോഷനാണ്. ഇനി രണ്ടാമത്തെ മറ്റൊരു എക്സ്പ്രസ്ഡ് ഇമോഷൻ ഹോസ്റ്റിലിറ്റി അഥവാ ശത്രുതാ മനോഭാവം. അതായത് ഈ വ്യക്തി അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ അഭിനയിക്കുകയാണ്, ശരിക്കും വേണമെന്ന് വെച്ചാൽ സ്വയം മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ലേ, ഇങ്ങനെ കാണിക്കുന്നത് വഴി ഞങ്ങൾക്കെല്ലാം വലിയൊരു ഭാരമാണ്, ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്, വേണമെന്ന് വെച്ച് എന്ന് പറഞ്ഞ് ഒരു ശത്രുതാ മനോഭാവം കാണിക്കുക, അവരെ കാര്യങ്ങളിലൊന്നും ഉൾപ്പെടുത്താതിരിക്കുക, അകലം പാലിക്കുക, സംസാരിക്കാതെ അവരെ ഇഗ്നോർ ചെയ്യുക, ഇങ്ങനെയുള്ളതെല്ലാം ഈ ഹോസ്റ്റിലിറ്റിയിൽപ്പെട്ട മനോഭാവങ്ങളാണ്. ഇനി മൂന്നാമതുള്ളത് ഇമോഷണൽ ഓവർ ഇൻവോൾവ്മെൻറ്റ്, അതായത് അത് മറ്റൊരു എക്സ്ട്രീമാണ്. എല്ലാ കാര്യങ്ങളിലും അമിതമായുള്ള ഇടപെടൽ, അതിനെയാണ് ഇമോഷണൽ ഓവർ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുക. പ്രധാനമായും കുട്ടികളിൽ, മാനസികാരോഗ്യ പ്രശ്നമുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ ചിലപ്പോൾ വളരെയധികം ഗിൽറ്റിയായി, അതായത് ഞങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ, ഞങ്ങൾ വളർത്തിയതിലെ പ്രശ്നം കൊണ്ടാണോ കുട്ടിക്ക് ഈ അസുഖം വന്നത് എന്ന് സ്വയം പഴിചാരി അതിനൊരു കോമ്പൻസേഷൻ എന്നവണ്ണം കുട്ടീനെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുക, സ്വയം ഒന്നും ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, എല്ലാ കാര്യങ്ങളിലും വളരെ ഇൻട്രൂസീവായി തീരുമാനങ്ങൾ എടുക്കാനോ ഒന്നിനും അനുവദിക്കാതെ അവരുടെ ബൗണ്ടറി ഓവർ സ്റ്റെപ്പ് ചെയ്യുക. ഇതിനെയാണ് ഇമോഷണൽ ഓവർ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ആലോചിക്കും ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് നല്ലതല്ലേ? പക്ഷെ അമിതമായി എല്ലാ കാര്യങ്ങളിലും ഓവർ ഇൻവോൾവ് ആവുന്നത് ഈ കുട്ടീനെ മാതാപിതാക്കളിലുള്ള ഒരു ആശ്രയത്വം, ഡിപ്പെൻഡൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസും അവരുടെ ഒരു സെൽഫ് റിലയൻസും സ്വയമേവ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാപ്തിയും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, അതായത് ക്രിറ്റിക്കാലിറ്റി, ഹോസ്റ്റിലിറ്റി, ഇമോഷണൽ ഓവർ ഇൻവോൾവ്മെൻറ്റ്, ഇത് 3ഉം നെഗറ്റീവായിട്ടുള്ള എക്സ്പ്രസ്ഡ് ഇമോഷൻസ് ആണ്. ഇനി പോസിറ്റീവായിട്ടുള്ള എക്സ്പ്രസ്ഡ് ഇമോഷൻസ് എന്തൊക്കെയാണ്? 2 തരത്തിലാണ്. ഒന്ന് വാംത്ത് എന്ന് പറഞ്ഞാൽ അവരോട് സഹാനുഭൂതി കാണിക്കുക, കൈൻഡ്നെസ് കാണിക്കുക, അവരോടൊരു കൺസേൺ കാണിക്കുക, എല്ലാ കാര്യങ്ങളിലും അവരെ ഉൾപ്പെടുത്തുക, അവരോട് ഒരു ചിരി, അവരെ ഒന്ന് എല്ലാ ദിവസവും ഒന്ന് സംസാരിക്കുക അവരുമായിട്ട്. ഇതൊക്കെ ഒരു വാംത്തിൽ പെട്ട കാര്യങ്ങളാണ്. പിന്നീടുള്ള 5ാമത്തെ എക്സ്പ്രസ്ഡ് ഇമോഷനാണ് പോസിറ്റീവ് റിഗാർഡ്. പോസിറ്റീവ് റിഗാർഡ് എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻ്റ് ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും ഒരു എപ്രീസിയേഷൻ കൊടുക്കുക. അവർ ഓരോ എഫേർട്ട് എടുക്കുമ്പോഴും അത് നന്നായി, ഇത്രയുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് അഭിപ്രായം പറയുമ്പോഴാണെങ്കിലും ഇത്രയൊക്കെ മാറ്റങ്ങളുണ്ട് എന്നുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് പോസിറ്റീവ് റിഗാർഡിൽ പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഫാമിലി മെമ്പേഴ്സ് ഈ ഒരു മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തിയുടെ കെയർ ചെയ്ത് അവരും ഓവർ ബേർഡൻഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യം, അവരുടെ സ്വന്തം ഇമോഷൻസ് വളരെ ഹൈ ആയിട്ട് തോന്നുകയാണ്, അവർക്ക് വളരെയധികം ആങ്സൈറ്റിയും അല്ലെങ്കിൽ അവരും ഒരു വിഷാദമായിട്ടുള്ള ലക്ഷണം അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുമായിട്ട് സംസാരിക്കുക, ഒരു കൗൺസിലിംഗ് എടുക്കുക. കെയർ ഗിവർ ബേർഡൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്, അതായത് ആ രോഗിയെ കെയർ ചെയ്തിട്ട് അവർ തന്നെ ബേർഡൻഡ് ആവുക എന്നുള്ളത്. അപ്പോൾ ചിലപ്പം ഈ കെയർ ഗിവർ ബേർഡനിൽ നിന്നാവാം നമ്മളിങ്ങനെ രോഗിയോടുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു എക്സ്പ്രഷൻസ് വരുന്നത്. അപ്പോൾ ഡോക്ടറുമായിട്ട് തങ്ങളുടെ മാനസികാരോഗ്യത്തിന് വേണ്ടിയ ഹെൽപ്പ് എടുക്കാൻ ഒരിക്കലും മടിക്കരുത്. പിന്നീട് വേറൊരു കാര്യമുള്ളത്, അസുഖത്തിൻ്റെ ലക്ഷണങ്ങളെ പറ്റിയും അസുഖത്തിനെ പറ്റി തന്നെയുമുള്ള കൃത്യമായ അറിവ് ഇല്ലാതിരിക്കുമ്പോഴാണ് പലപ്പോഴും രോഗി അഭിനയിക്കുകയാണോ, ഇവർ വേണമെന്ന് വെച്ച് ബുദ്ധിമുട്ടിക്കുകയാണോ എന്നുള്ള ആ ഒരു റിമാർക്സ് വരുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ എപ്പോഴും ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ അസുഖത്തിനെ പറ്റിയും ലക്ഷണങ്ങളെ പറ്റിയും കൃത്യമായ അറിവ് നേടുക എന്നതും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നമ്മളുടെ കൂടെയുള്ള കുടുംബാംഗങ്ങളുടെ മാനസികാരോഗ്യം മരുന്നിൽ കൂടിയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള തെറപ്പി സെഷൻസിൽ കൂടിയോ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ പോസിറ്റീവായ സമീപനവും മനോഭാവവും ഉറപ്പുവരുത്താം. നന്ദി, നമസ്കാരം.